നമ്മൾ മലയാളികൾ പൊള്ളിയാണ്. അറബിയും ചൈനീസും കൊറിയനും എന്ന് വേണ്ട, ഹിന്ദിയും നമ്മൾ മലയാളികൾ മണിയായി പറയും. പക്ഷെ ഇംഗ്ലീഷിലേക്ക് എത്തുമ്പോഴോ നമുക്ക് എപ്പോഴും ഒരു ചങ്കെടുപ്പ, ഒരു വല്ലായ്മ. അറിയാം ഡിഗ്രിയും അത്ര മോശമല്ലാത്ത പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ചിരിക്കുന്ന സുജയന്മാരാണ് ഇവരൊക്കെ. എന്നാലും എന്തോ ഇത് ഉച്ചാരണം കറക്റ്റാണോ, പറഞ്ഞാൽ ശരിയാവോ? ശ്രമിച്ചാൽ ശരിയാക്കാം, പക്ഷേ ശ്രമിക്കണം. അതിന്റെ തെറ്റുകൾ നമുക്ക് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു തരണം. നമുക്ക് ഇന്ന് മുതൽ തിരുത്തേണ്ട കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. I'm Joe, you're watching Ninja. I'm trying to improve my pronunciation. നിങ്ങളും കൂടണം. ഭാഗ്യത്തിന് നമുക്ക് ഇന്നൊരു പ്രൊനൗൺസിയേഷൻ എക്സ്പെർട്ടിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ട സ്റ്റൈൽ ഇൻ ഇംഗ്ലീഷ് ചറബറ എന്ന് പറയാൻ let us meet Miss Gaia. Hi Gaia, welcome to my show. Thank you, glad to be part of your show. Tell us, നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ കടിച്ചാൽ പൊട്ടാത്ത വേർഡ്സ് നമ്മുടെ ശശി തരൂരിന്റെ പോലെ പഠിച്ചാൽ കാര്യം നടക്കോ? അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് അത്യാവശ്യം നല്ല ഇംഗ്ലീഷാണ്. നമ്മുടെ പ്രൊനൗൺസിയേഷൻ നമ്മൾ തീരെ ശ്രദ്ധിക്കുന്നില്ല, അതാണ് പ്രശ്നം. ആദ്യം മുതൽ സ്ഥിരമായി യൂസ് ചെയ്യുന്ന പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കിയാൽ that make a huge difference. You like this? Of course. ആർക്കാ ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തത്? I love chocolate. Now that is wrong. That is not chocolate. You mean ഇതിന് ചോക്ലേറ്റ് എന്നല്ല പറയുന്നത്? Yeah, അതാണ് നമ്മൾ ഇതിന് പറയാറുള്ളത്. പക്ഷെ ഇതിന്റെ ശരിക്കത്തെ പ്രൊനൗൺസിയേഷൻ ചോക്ലേറ്റ് ആണ്. See, ചോക്ലേറ്റും ചോക്ലേറ്റും വളരെ ചെറിയ ഡിഫറൻസ് ആണ്. When you say it correctly, you start getting respect. So true. ഇനി മുതൽ ഇവൻ ചോക്ലേറ്റ് ആണ്. Hello chocolate. Did you have your food? You mean breakfast? See, it's not breakfast, it's breakfast. Fist, F-I-S-T, breakfast. Interesting. Breakfast with chocolate. By the way, can I get you something? No, I'm good. I need a glass of water. Is that okay? You mean water? Water അല്ല, correct pronunciation is water. ഇതിപ്പോ ഒരു കെണിയായല്ലോ. ഈ 2020 ആദ്യം മുതൽ പഠിക്കേണ്ടി വരുമോ? Yeah, by the way, it's not 20, it is 20. 2020. 20-ലുള്ള T സൈലന്റ് ആണ്. അതുപോലെ 30 അല്ല 30, 40 അല്ല 40, 50, 60, 70, 80, 90. ഇത് കോട്ടൺ ആണോ? ഇത് നല്ല സുഖണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? The cotton clothes are very comfortable. I mean the correct pronunciation. ഇതിൽ pronunciation correct ചെയ്യാനുണ്ടോ? Yes. Clothes അല്ല clothes. Comfortable അല്ല comfortable. Try now. Cotton clothes are comfortable. Yes, that's great. അതുപോലെ ഫ്രിഡ്ജ് അല്ലല്ലോ ഫ്രിഡ്ജ് അല്ലേ, റെസ്റ്റോറന്റ് അല്ലല്ലോ റെസ്റ്റോറന്റ് അല്ലേ. You are right. ഫ്രിഡ്ജില് D സൈലന്റ് ആണ്, റെസ്റ്റോറന്റില് AU സൈലന്റ് ആണ്. So it is fridge and restaurant. ഫ്രണ്ട്സ്, ഇത് നമ്മൾ കുറെ പ്രൊനൗൺസിയേഷൻ ശരിയാക്കി അല്ലേ? താങ്ക് യു ഗായ ഫോർ ജോയിനിങ് മൈ ഷോ. ഞങ്ങളുടെ ഷോ ഇഷ്ടമായോ, യൂസ്ഫുൾ ആയോ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. Yeah, that is correct. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ്സ് എഴുതണം. നല്ല കമന്റ്സ് ചെയ്യുന്നവർക്ക് പ്രൈസസ് ഉണ്ട്. ആദ്യത്തെ 50 കമന്റ്സിൽ നിന്ന് ഒരു വാലറ്റോ ബ്രേസ്ലെറ്റോ അയച്ചു തരും. Take care, stay safe. See you in the next video. Bye.
ശശി തരൂർ ഒരാളെ പേരാണ് എല്ലാവരും അറിയുന്നതാണ്.